തുരുത്തിയിലെ സ്ത്രീയുടെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. വീട്ടുടമ ജോർജ് കുറ്റം സമ്മതിച്ചു. ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന് സമീപം ജോർജും ഉണ്ടായിരുന്നു. സെയ്ഫുനീസ സംഭവ സ്ഥലത്ത് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. സെയ്ഫു, വിവരങ്ങൾ. സേതുലക്ഷ്മി, ഇപ്പോൾ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ ജോർജ് കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. ജോർജ് തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ളതും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കൊലപാതകമാണ് എന്നുള്ളത് പോലീസിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. നേരത്തെ പോലീസ് നടത്തിയ പരിശോധനയിൽ ഈ ജോർജിന്റെ വീടിന്റെ ഉള്ളിലും ഒപ്പം തന്നെ അടുക്കള ഭാഗത്തും വീടിന്റെ അടുക്കള ഭാഗത്ത് നിന്ന് മുൻവശത്തേക്ക് വരുന്ന ഭാഗങ്ങളിലുമെല്ലാം തന്നെ രക്തക്കറ കണ്ടിരുന്നു. മൃതദേഹം വലിച്ചിഴച്ചതിന്റെ പാടുകളും കണ്ടിരുന്നു. അതിനുശേഷമാണ് മൃതദേഹം ഈ ഭാഗത്ത് കൊണ്ടുവന്നത്. അത് റോഡിലേക്ക് ആ സമയത്ത് പുലർച്ചെ ആളുകൾ ഈ വഴിക്ക് പോയതുകൊണ്ടാകാം മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവരാതെ അവിടെ തന്നെ കിടത്തിയത്. അവിടെ നിന്ന് ചാക്കിൽ കയറ്റിയ ശേഷം കൊണ്ടുപോകാനായിരുന്നു ഇയാളുടെ ശ്രമം എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ മദ്യലഹരിയിലായിരുന്നതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകാൻ ഇയാൾക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് മൃതദേഹം ഇവിടുന്ന് മാറ്റാൻ കഴിയാതെ പോയത്. എന്തായാലും കൊലപാതകം നടത്തിയത് താനാണ് എന്ന് ജോർജ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സ്ത്രീ ആരാണ് എന്നും പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇത് ആരാണ് എന്നുള്ളത് പോലീസ് വ്യക്തമാക്കുന്നില്ല. ഇവർ തമ്മിലുള്ള എങ്ങനെയാണ് പരിചയം എന്നുള്ളതും മനസ്സിലാകുന്നില്ല. ജോർജ് ഇവിടെ കുടുംബമായി താമസിക്കുന്ന ആളായിരുന്നു. ഭാര്യ കഴിഞ്ഞ ദിവസം വരെ ഇയാളുടെ ഒപ്പം ഇവിടെ ഉണ്ടായിരുന്നു. മകളുടെ വീട്ടിലേക്കായി ഭാര്യ പോയതായിരുന്നു. ഈ സ്ത്രീയെ ഇയാൾക്ക് എങ്ങനെയാണ് പരിചയം, സ്ത്രീ എങ്ങനെ ഇവിടെ എത്തി, ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളിൽ പോലീസ് ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. നേരത്തെ ഇയാളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന 2 ഇതര സംസ്ഥാന തൊഴിലാളികളെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനായി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരുന്നു ജീപ്പിൽ കയറ്റി. പക്ഷേ അവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായപ്പോൾ അവർക്ക് ഇതിൽ പങ്കില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അവരെ അല്പസമയത്തിനകം വിട്ടയക്കുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്തായാലും മദ്യലഹരിയിലാണ് ജോർജ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ദുരൂഹതകൾ ബാക്കിയാണ്. ഇയാളിപ്പം ജോർജ് കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നാട്ടുകാർ, നമ്മൾ നേരത്തെയൊക്കെ സംസാരിക്കുമ്പോൾ നാട്ടുകാർ പറയുന്ന അനുസരിച്ച് ഇയാൾ 10-40 വർഷം കൊണ്ട് അവിടെ താമസിക്കുന്നയാളാണ്. പക്ഷേ ഈ സ്ത്രീയെ ആരും കണ്ടിട്ടില്ല, ആർക്കും പരിചയമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്തേക്ക് അവർ അങ്ങനെ വന്നിട്ടും ഉണ്ടാകില്ല. മറ്റാർക്കും ഇതിൽ പങ്കില്ലെന്നും നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം? എന്തിന് കൊലപാതകം നടത്തി, ഈ ഒരു ക്രൂരകൃത്യം നടത്തി? അതും എന്തിനവരെ ഈ റോഡിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നു? എവിടെ വെച്ച് കൃത്യം നടത്തി? തുടങ്ങി നിരവധി ചോദ്യങ്ങൾക്ക് ഇനി വേണം ഉത്തരമാകാൻ, അല്ലേ? തീർച്ചയായും സേതുലക്ഷ്മി, കാരണം അത് തന്നെയാണ് ബോധ്യപ്പെടേണ്ടതുള്ളതും. ഈ ജോർജും ഒപ്പം തന്നെ ഈ കൊല്ലപ്പെട്ട സ്ത്രീയും തമ്മിലുള്ള ബന്ധം എന്താണെന്നും ഇവർക്ക് എങ്ങനെയാണ് പരിചയമെന്നും ഈ സ്ത്രീ എങ്ങനെ ഈ വീട്ടിലെത്തി എന്നുള്ളതും അടക്കമുള്ള കാര്യങ്ങളാണ് പോലീസിന് മനസ്സിലാക്കേണ്ടത്. കുറച്ച് വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഈ പ്രദേശവാസികൾ ഇവിടെ നമുക്കൊപ്പം ഉണ്ട്. ഈ ആളെ എത്ര നാളായിട്ട് അറിയാം ജോർജ്? പുള്ളിനെ ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് അറിയാം. പുള്ളിനെ നമ്മളിവിടെ വർഷങ്ങളായിട്ട് വിളിക്കാട്ടെ. വർഷങ്ങളായിട്ട് കാണുന്ന മനുഷ്യനാണ്. എൻ്റെ സുഹൃത്തിൻ്റെ ഫാദറാണ്. അപ്പോൾ മറ്റേ പുള്ളി ഇങ്ങനെ ആൽക്കഹോളിക്കാണ് ആള്. പക്ഷെ അല്ലാണ്ട് ഇങ്ങനെ ഒരു സ്വഭാവം ഉള്ളതായിട്ട് നമുക്കറിയില്ല. ചെറിയ പ്രശ്നങ്ങളൊക്കെ ആളുകൾ പറയാറുണ്ട്. ഇങ്ങനെ ചെറിയ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നല്ലാണ്ട് ഇത്രയും ഒരു മർഡറിലോട്ടൊക്കെ പോകും നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞങ്ങൾ ഷോക്കായി പോയി. ഞങ്ങൾ രാവിലെ വരുമ്പോൾ ഡെഡ് ബോഡി ഹാഫ് നേക്കഡായിട്ട് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പുള്ളി സൈഡിൽ ചാരി ഇരിക്കണമായിരുന്നു. പുള്ളി മദ്യപിച്ചിട്ടും ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയില്ല. പിന്നെ അത് കഴിഞ്ഞ് മറ്റുള്ള ആളുകൾ കൂടിക്കഴിയുമ്പോഴാണ് ആളുകൾ ഓരോരുത്തർ പറയാൻ തുടങ്ങിയത്. വെളുപ്പിന് 4:30 ആയപ്പോൾ പുള്ളി ചാക്ക് അന്വേഷിച്ച് കിടപ്പുണ്ടായിരുന്നു. ഒരു പട്ടി ചത്തിട്ടുണ്ട്, അപ്പോൾ അതിനെ കളയാൻ വേണ്ടിയാന്ന് പറഞ്ഞിട്ട് എല്ലാവരോടും ചോദിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വെള്ളം ആയതുകൊണ്ട് ആളുകൾ ഒഴിവാക്കി വിട്ടു. പക്ഷെ അവിടെ ഉള്ളൊരു പുള്ളിയുടെ കടയിൽ പോയി ചോദിച്ചപ്പോൾ പുള്ളി ചാക്ക് കൊടുത്ത് ആ ചാക്ക് എടുത്തിട്ടാണ് പുള്ളി ഇപ്പോൾ ഇത് ചെയ്തേക്കണമെന്നാണ് അറിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളിവിടെ വന്നപ്പോൾ അപ്പോൾ തന്നെ പോലീസ് വന്ന് പുള്ളിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ട്. നിങ്ങൾ ഇയാളുമായിട്ട് സംസാരിക്കാൻ എന്തെങ്കിലും ശ്രമിച്ചിരുന്നു? ഇല്ല, ഞങ്ങൾ ആരും പുള്ളി ഹരിതകർമ്മ സേനാംഗത്തിനെ കൗൺസിലറെ കണ്ടപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു, എന്നെ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അവിടെ ഇരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഗേറ്റിൻ്റെ അവിടെ തന്നെ എല്ലാവരും വെയിറ്റ് ചെയ്ത് പോലീസ് അപ്പം തന്നെ വന്ന് പുള്ളിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയി ചെയ്തു. കൊണ്ടുപോകുന്ന സമയത്ത് പുള്ളി പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു. എന്തായാലും ഇതാണ് സേതുലക്ഷ്മി. കാരണം ഈ ആള് ഈ പ്രദേശത്തുള്ളവർക്കറിയാം മദ്യലഹരിയിൽ എപ്പോഴും ഉണ്ടാകുന്ന ആളാണ്. ഇയാൾ സ്ഥിരം മദ്യപാനിയാണ്. പക്ഷേ മുൻപ് ഇങ്ങനെയുള്ള കേസുകളോ മറ്റോ ഒന്നും ഇയാൾക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുകയാണ്. അതിനായി പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം ഇവിടുന്ന് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുകയും ചെയ്യും. ഈ സ്ത്രീ ആരാണെന്നുള്ളത് പോലീസിന് ഒരു ഏകദേശ രൂപം ലഭിച്ചിട്ടുണ്ട്. അത് പക്ഷേ പോലീസ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല. ഒരു വിശദമായ പ്രസ് മീറ്റ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.